حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും ബഹുമാനാദരവുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു തആല നമ്മെ സുബ്ഹാനഹു പിരിയുന്നതിനെല്ലാം ശ്രദ്ധമായി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോക മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആർക്കും ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ഒരു മനുഷ്യനെയും ലോകത്ത് ഒരു മുസ്ലിമിനെയും നല്ല ഒരു മനുഷ്യനെയും കൊലക്കോ കൊലപാതകങ്ങൾക്കോ വഴിതിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ഒരു സംഭവങ്ങളോ ലോകത്തുണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം അല്ലാഹു തആല ലോക മുസ്ലിമീങ്ങൾക്കും അതിന് പുറമെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ആരാണോ സമാധാനം ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇന്ന് ഞാൻ പറയുന്നില്ല. യുദ്ധം ആരും ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏറ്റവും ബഹുമാനമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ജുമുഅ ദിവസം. ആ ജുമുഅയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാൻ അല്ലാഹു തആല പറഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസമാണ് ജുമുഅയുടെ ദിവസം. നമുക്കറിയാം, 5 വക്ത് നിസ്കാരങ്ങൾ അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ദുഹൂർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി അടക്കമുള്ള 5 വക്ത് നിസ്കാരങ്ങൾ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ 5 വക്ത് നിസ്കാരങ്ങളും ഉള്ള ദിവസങ്ങളാണ് മറ്റുള്ള എല്ലാ ദിവസവും. 7 ദിവസങ്ങളുണ്ട്. ആ 7 ദിവസങ്ങളിലും പ്രധാനപ്പെട്ട ദിവസമാകുന്ന വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ച് മാത്രമേ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു തആല ബഹുമാനത്തോടുകൂടി പറഞ്ഞ ഒരു ദിവസം, 2 ദിവസത്തിന്റെ പേരാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്ന് ശനിയാഴ്ച ദിവസവും മറ്റൊന്ന് വെള്ളിയാഴ്ച ദിവസവുമാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തിനെയാണ് അല്ലാഹു തആല ബഹുമാനത്തോടുകൂടി പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു ദിവസമുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച ദിവസമാണ്. അതിന്റെ പുറമെ 5 വക്ത് നിസ്കാരം നമുക്ക് നിർബന്ധമാണ്. ആ 5 വക്ത് നിസ്കാരത്തിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ആ ഖുർആനിൽ വെള്ളിയാഴ്ച ദിവസത്തിനുള്ള നിസ്കാരത്തിന്റെ മഹത്വം പറയുന്ന സമയത്ത് പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, മറ്റുള്ള ദിവസങ്ങളിലും നിർബന്ധമാകുന്ന ദുഹൂർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി അടക്കമുള്ള നിസ്കാരങ്ങൾ ഒരാൾക്ക് നിർബന്ധമാണെങ്കിൽ അത് ഖളാ ആകുന്നതിന് മുമ്പ് നിർബന്ധമായി നിർവഹിക്കേണ്ടതാണെങ്കിൽ, അങ്ങനെ പള്ളിയിലേക്ക് നിങ്ങളുടെ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചാൽ അപ്പോൾ തന്നെ എല്ലാം ഒഴിവാക്കി പള്ളിയിലേക്ക് നിങ്ങൾ പോകണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ല. കച്ചവടം ഒഴിവാക്കണമെന്ന് ഖുർആൻ പറഞ്ഞില്ല. എന്നാൽ പരിശുദ്ധമായ ജുമുഅ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ എങ്ങാനും ജുമുഅയുടെ ബാങ്കെന്ന് വിളിച്ചാൽ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം എങ്ങാനും ജുമുഅക്ക് വേണ്ടിയുള്ള ബാങ്ക് വിളിച്ചാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ജുമുഅ ദിവസത്തിലുള്ള ജുമുഅ നിസ്കാരത്തിനും അതേപോലെ ഖുതുബക്കും വേണ്ടി പെട്ടെന്ന് നിങ്ങൾ ഒരുങ്ങി പോകണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. വസറുൽ ബൈഅ, അതോടുകൂടി കച്ചവടം നിർത്തിവെക്കണം. പിന്നീട് കച്ചവടം ചെയ്യാൻ പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരാൾ ജുമുഅ ദിവസത്തിന്റെ ഭാഗമാനം ജുമുഅക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഖുതുബക്ക് വേണ്ടിയുള്ള ഭാഗങ്ങൾ വിളിക്കുന്നത് കേട്ടാൽ അതിന് ശേഷം കച്ചവടം ചെയ്യൽ ഹറാമാണ്. അതിന് ശേഷം എന്തെങ്കിലും ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പണം ഹറാമിയത്തിന്റെ പണമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്തും അതേപോലെ ഇമാമിയങ്ങളും പഠിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വേണ്ടിയുള്ള
വാങ്ക് ളുഹറിന് വേണ്ടിയുള്ള ളുഹറിന്റെ സമയത്തുള്ള വാങ്കല്ല, അത് ളുഹർ നിസ്കാരത്തിനുള്ള വാങ്കാണ്, അല്ലെങ്കിൽ ളുഹറിന്റെ സമയത്തുള്ള സാധാരണഗതിയിലുള്ള വാങ്കാണ്. അതിന് ശേഷം നടക്കുന്ന ജുമുഅക്ക് വേണ്ടി ഖുതുബക്ക് ഇമാമ കയറുന്നതിന് വേണ്ടി ഒരു ബാങ്ക് വിളിക്കുന്നു. അതിന് ആ ബാങ്കിന് ശേഷം ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കച്ചവടം ഹറാമാണ്. നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ നിങ്ങൾക്കറിയാം, വെള്ളിയാഴ്ച അന്ന് കച്ചവടമേ ഇല്ല. ഒന്ന് രണ്ടിനി എങ്ങാനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി എവിടെയെങ്കിലും കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും പോലീസുകാർ വരും. നമ്മുടെ നാട്ടിലാകുന്ന കേരളത്തിൽ, നിങ്ങളുടെ നാടിന്റെ അവസ്ഥ അറിയില്ല, കേരളത്തിൽ കാസർഗോഡ് ജില്ലടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ജുമുഅക്കെങ്ങാനും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ രാജ്യമായി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച അതേപോലെ തന്നെ റമദാനിന്റെ ദിവസങ്ങളിൽ അല്ലാത്ത ദിവസങ്ങളിലും കാസർഗോഡ് ടൗണിലൂടെ രാജ്യമായി അവർ നടക്കും. വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചാൽ പിന്നീട് പള്ളിയിലേക്ക് പോകണമെന്നാണ് അവിടുത്തെ നിയമമെന്നല്ല, അവരങ്ങനെയുള്ള സൗഹാർദ്ദപരമായ നിലക്കുള്ള കാഴ്ചപ്പാടുകാരാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബഹുമാനം എല്ലാവർക്കും അറിയാം. വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബഹുമാനം എല്ലാവരും, മുസ്ലിമീങ്ങൾ എന്നല്ല, എല്ലാവരും ബഹുമാനത്തോടു കൂടി കാണുന്ന ഒന്നാണ്. എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ ളുഹർ നിസ്കരിക്കണ്ടേ? ളുഹർ നിസ്കരിക്കണം, അസ്റും മഗ്രിബും ഇശാഉം സുബ്ഹിയും എല്ലാം നിസ്കരിക്കണം. ആ ബാങ്ക് വിളിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങൾ കച്ചവടം നിർത്തണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ബഹുമാനം ആ സമയത്ത് കച്ചവടം നിർത്തി നിസ്കരിച്ചതിന് ശേഷം കച്ചവടം തുടരില്ല. അങ്ങനെ എങ്ങാനും ചെയ്തില്ല എങ്കിലും ഒന്നിരിക്കെ അവൻ ആ ദിവസത്തിലുള്ള നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് നിർവഹിച്ചാൽ അവൻ കുറ്റക്കാരനാകൂല. ബഹുമാനം അതോടുകൂടി വന്നു പോകുമെങ്കിലും കുറ്റക്കാരനാകില്ല. അതേ സമയത്ത് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചതിന് ശേഷം ഒരാൾ കച്ചവടം നടത്തിയാൽ അവൻ തെറ്റുകാരനാണോ? ചെയ്യുന്ന പ്രവർത്തനം ഹറാമാണ്. കാരണം അത്രമാത്രം ബഹുമാനമുള്ള ദിവസമാണ് ജുമുഅയുടെ ദിവസം. പണ്ടേ നമ്മൾ ജുമുഅ ദിവസത്തിന് വലിയ ബഹുമാനത്തോടുകൂടി കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്നയൗമൽ ജുമുഅത്തി വലൈലതഹാ 24 സഅ. വെള്ളിയാഴ്ച ദിവസം മറ്റുള്ള ദിവസങ്ങളെ പോലെ ആ ഒറ്റ ഒരു ദിവസത്തിന് രാത്രിയും പകലുമായി 24 മണിക്കൂറാണുള്ളത് എങ്കിലോ അതിലുള്ള ഓരോ മണിക്കൂറുകളിലും 24 മണിക്കൂറുള്ള സമയങ്ങളിൽ നിന്ന് ഓരോ മണിക്കൂറുകളിലും 60,000 പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആരെയാണ് ആ സമയത്ത് അല്ലാഹു തആല മോചിപ്പിക്കുന്നത്? 24 മണിക്കൂറിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകമായി നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് തന്ന മണിക്കൂറുകളാണ് ജുമുഅക്ക് വേണ്ടിയുള്ള സമയം, പ്രത്യേകമാകുന്ന സമയം. അതേപോലെ അന്ന് രാത്രികള്, അന്ന് പകലുകള് എല്ലാം ബഹുമാനത്തോടു കൂടി കാണേണ്ട സമയമാണ്. കഹ്ഫ് സൂറത്ത് ഓതേണ്ട സമയമാണ്. ആ ദിവസത്തിൽ 3 പ്രാവശ്യം കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ എത്ര ജുമുഅ ദിവസം നമ്മളിൽ നിന്നും കടന്നുപോയി, നമ്മൾ എത്ര പ്രാവശ്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ വായിച്ചു കൂട്ടുന്നവരാണ് നമ്മൾ. ജുമുഅയുടെ ഒരു ദിവസത്തിൽ ഒരു കഹ്ഫ് ഒഴിവാകുമ്പോഴേക്കും ഇത്തിരിയെങ്കിലും മനസ്സിലൊരു വേദന വരുന്നുണ്ടെങ്കിലോ, ഇത്തിരിയെങ്കിലും മനസ്സിലൊരു ബേജാർ വരുന്നുണ്ടെങ്കിലോ നമ്മളുടെ മനസ്സിൽ ഈമാൻ ഉണ്ടെന്നാണ് അർത്ഥം. അതെങ്ങാനും ഒരാളെന്ന് വൈകി വന്നാൽ ഇന്നങ്ങൾ കഹ്ഫ് വേണ്ടെന്ന് വെക്കുകയല്ല വേണ്ടത്. മറിച്ച് ഖളാ കിട്ടാൻ വേണ്ടി ജുമുഅയുടെ ഏത് സമയത്താണെങ്കിലും, വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഏത് സമയത്താണെങ്കിലും അത് ഓതി തീർക്കാനുള്ള മനസ്സ് കാണിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ലോകത്ത് അത്രമാത്രം കറാമത്തുകൾ ഉടമയാകുന്ന വേറെ ഒരു മഹാനില്ലയോ. ഈ അടുത്ത കാലത്തല്ലെങ്കിൽ സ്വഹാബത്തിന് ശേഷം ഒന്നിരിക്കെ ചില ഇമാമികൾ പറഞ്ഞു, സ്വഹാബത്തടക്കമുള്ള മുഴുവൻ മഹാന്മാരെയും ഒരുമിച്ച് കൂട്ടിയാലും ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ അവിടെ നിന്ന് പ്രകടിപ്പിച്ചതുപോലെ ഒരാൾ പോലും കറാമത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. അത്രമാത്രം ബഹുമാനമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. മഹാനവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഉന്യ. അതിൽ മഹാനവരുടെ
ഉലമാക്കളിൽ നിന്നുള്ള ചില ആൾക്കാരുണ്ടല്ലോ, കൂടുതൽ ഉലമാക്കളും വളരെ വ്യക്തമായി പറഞ്ഞു, അല്ലെങ്കിൽ അവർ ആഗ്രഹത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചു പോയ ഒരു കാര്യമുണ്ട്. വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, ആ ജുമുഅ ദിവസം ഒന്നിരിക്കെ ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠതയുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? മറ്റുള്ള ജുമുഅ ദിവസത്തിൽ ആഴ്ചയിൽ ഓരോ ദിവസവും വരുമ്പോഴേക്കും മാസത്തിൽ 4 വരുമ്പോ, അങ്ങനെ മാസങ്ങൾ 12 മാസങ്ങളിൽ ഇതിങ്ങനെ ആവർത്തിച്ച് വരുമ്പോ കൊല്ലത്തിൽ വരുന്ന ലൈലത്തുൽ ഖദറിനേക്കാളും കൂടുതൽ പ്രതിഫലം ഈ വെള്ളിയാഴ്ച ദിവസം അതിനോടുള്ള ബഹുമാനത്തോടു കൂടി ചെയ്താൽ അന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് പറയാൻ. അത്രമാത്രം ബഹുമാനമുള്ള ദിവസമാണ് മുഅ്മിനീങ്ങളെ വെള്ളിയാഴ്ച ദിവസം. നമ്മളൊന്ന് ആലോചിക്കുക, ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും വെള്ളിയാഴ്ച ദിവസത്തിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്നുള്ള ചിന്തയോടുകൂടി എന്താണ് നമ്മൾ കൂടുതലായി ചെയ്തത്? കഹ്ഫ് സൂറത്ത് രാത്രി ഓതൽ സുന്നത്താണ്, അതേപോലെ സുബ്ഹിക്ക് സമയത്ത് ഓതൽ സുന്നത്താണ്, ജുമുഅക്ക് മുമ്പ് ഓതൽ സുന്നത്താണ്. അങ്ങനെ 3 കഹ്ഫ് സൂറത്ത് ഓതൽ വെള്ളിയാഴ്ച ദിവസം സുന്നത്തുണ്ട്. ഒന്നിരിക്കെ ചിലർക്ക് അത് അറിയുപോലുമില്ല, ഒന്നുപോലും ഓതാത്തവരാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല, ആർക്കും ആ പള്ളിയിലുള്ള ആ സമയത്തുള്ള ജുമുഅക്ക് മുമ്പ് ആരൊക്കെ വരുന്നു എന്ന് സത്യത്തിൽ അറിയില്ലല്ലോ. വരുന്നുണ്ട് എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാവരും ആ സമയത്ത് കഹ്ഫ് സൂറത്ത് ഓതാൻ ശ്രമിക്കണം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം അതിന് മുമ്പ്. കഹ്ഫ് സൂറത്ത് ഇൻഷാ അല്ലാഹ് വലിയ ബഹുമാനമുള്ള ഒരു സൂറത്താണ്. കഹ്ഫ് എന്നതിന്റെ പുറമെ എല്ലാവർക്കും അറിയാം മഹാന്മാരാകുന്ന സഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അവരോട് സമാനമാകുന്ന തരത്തിലുള്ള ചെറുപ്പക്കാര്, ചെറിയ ചെറുപ്പക്കാരാണ് അവർ. ആ ചെറുപ്പക്കാരോട് സമാനമാകുന്ന തരത്തിലുള്ള ചെറുപ്പക്കാരാകുന്ന ഔലിയാക്കൾ അതിന് ശേഷം വന്നിട്ടുണ്ടാകൂല എന്നാണ്. ഇൻഷാ അല്ലാഹ് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് പറയാം. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ഒരൊറ്റൊരു ബഹുമാനം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കഹ്ഫ് സൂറത്ത് പരമാവധി എല്ലാവരും ഓതണം. സ്വലാത്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമാക്കേണ്ട, ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടു കൂടി ചെല്ലേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, അലാ ഉബശ്ശിറുകും ബിസലാസി ബശാറാത്ത്, 3 എന്നോട് അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തന്ന 3 സന്തോഷങ്ങൾ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെയോ? 3 സന്തോഷം അല്ലാഹു പ്രത്യേകമായി എന്നോട് ഇപ്പോൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി എനിക്ക് വഹിയിറക്കിയിരിക്കുന്നു. അത് ഞാൻ നിങ്ങളോട് പറയട്ടെയോ? എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഈ 3 സന്തോഷങ്ങളോ എന്താണത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എനിക്കുണ്ടല്ലോ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബഹുമാനമായ അല്ലാഹു തആല ചെയ്യുന്ന ഒരു കാര്യം, 70,000 പേര് അല്ലാഹു തആല ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാത്രിയിലും പകലിലുമായി 70,000 പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. രണ്ടാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, 99 വട്ടം അല്ലാഹു തആല 99 വട്ടം ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാത്രിയിലും പകലിലുമായി അല്ലാഹു ഒരു കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു ഈ ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട്. അതേപോലെ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യ ജന്തുക്കളുടെ മുഖത്തേക്കും മനുഷ്യരുടെ മുഖത്തേക്കും അല്ലാഹു തആല നോക്കുന്നുണ്ട്. അതിന് ശേഷം പറയുന്നു, ഒരാളെങ്ങാനും അല്ലെങ്കിൽ ഒരാളിലേക്കെങ്ങാനും അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം എന്ന് നോക്കിയാൽ ലം യുഅദ്ദിബുഹു, അതിന് ശേഷം അല്ലാഹു അവനെ ശിക്ഷിക്കൂല എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഒരു മനുഷ്യനിലേക്ക് അല്ലാഹു
റമദാനിനോടുള്ള അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിനോടുള്ള ബഹുമാനം കാരണം നല്ല കാര്യങ്ങൾ ആ വെള്ളിയാഴ്ചയെ ബഹുമാനിച്ചു എന്ന കാരണത്താൽ തന്നെ നല്ല കാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഞാനൊരു മുഅ്മിനാണെന്ന് പറയുന്നതിലോ ഞാനൊരു മുസൽമാനാണെന്ന് പറയുന്നതിലോ ലോകം മുഴുവനുള്ള മുസ്ലിമീങ്ങളും അല്ലാത്തവരും ബഹുമാനിക്കുന്ന വെള്ളിയാഴ്ച ദിവസത്തിൽ വേണ്ടതുപോലെ നല്ല കാര്യം ബഹുമാനത്തോടുകൂടി ചെയ്യാൻ പറ്റാതെ ഒരു മുസ്ലിം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിവസത്തിനോടുള്ള ബഹുമാനം കാരണം വെള്ളിയാഴ്ച ദിവസത്തിൽ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനമാണ് കഹ്ഫ് സൂറത്ത്, അതേപോലെ സ്വലാത്ത് ചൊല്ലല്, തസ്ബീഹ് നിസ്കരിക്കല്, അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ അത് മുഴുവനും ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.